ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന, അതും വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. കോഫി ബിസ്ക്കറ്റ് പുഡിംഗ് എങ്ങനെയെന്ന് നോക്കാം. വെൽക്കം ടു ഹോം ആൻഡ് മോർ. 3 കപ്പ് പാലാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അത് 2 കപ്പ് ഒന്നിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വെച്ച് വേറെ വേറെ എടുത്തിട്ടുണ്ട്. അത് കോഫി പൗഡറും കോൺഫ്ലവറും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടിൻ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നെസ്കാഫിയാണ്. നിങ്ങളുടെ കയ്യിൽ ബ്രൂ ഉണ്ടെങ്കിൽ ബ്രൂ ആയാലും മതി. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിരിക്കണം എന്ന് മാത്രം. പിന്നെ എടുത്തിട്ടുള്ളത് കോൺഫ്ലവർ ആണ്. ഇത് നമുക്ക് പുഡിംഗ് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ്. ആദ്യം നമുക്ക് 1/2 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് നല്ല നിറച്ചെടുത്തിട്ടുണ്ട് സ്പൂണിൽ. അങ്ങനെ ഇത് പാലിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറെ എടുത്ത് വെച്ച 1/2 ഗ്ലാസ് പാലിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. ഇതും സ്പൂണിൽ നിറച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പാലിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള 2 കപ്പ് പാൽ തിളപ്പിക്കാം. പാൽ തിളയ്ക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം പാട കെട്ടരുത്. ഇപ്പോൾ പാലിതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി ചേർക്കാം. കോഫി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, ഒട്ടും പാട കെട്ടരുത്. ഇപ്പോൾ കോഫി ചേർത്തിട്ടും പാല് തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കോൺഫ്ലവർ മിക്സ്ചറാണ്. ഇത് ചേർക്കുന്ന സമയത്തും നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ അടിയിൽ കോൺഫ്ലവർ ഇങ്ങനെ ഊറിക്കിടക്കും. അപ്പോൾ പിന്നെ വീണ്ടും കട്ട കെട്ടും. ഇതിപ്പോൾ ചേർക്കുന്നതോടുകൂടി തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടില്ലേ, പുഡിംഗ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ നല്ലപോലെ തിക്കാവും. ഇനി ഇതിലേക്ക് മധുരം ചേർക്കണം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് 1 ടിൻ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഈ അളവിന് 1 ടിൻ മിൽക്ക് മെയ്ഡ് കണക്കാണ്. ഇനിയിപ്പോൾ നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ് 1 ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഈ പുഡിംഗ് 3 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ പുഡിംഗ് കഴിക്കുമ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ക്രഞ്ചിനെസ് കിട്ടുക. ഇനി ബിസ്ക്കറ്റ് ഒട്ടും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ പുഡിംഗ് ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും. കോഫിയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. 1 ലെയർ ബിസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിന് മീതെ നമുക്ക് കോഫി പുഡിംഗ് ഒഴിക്കാം. ഇളം ചൂടോടുകൂടി തന്നെ ഒഴിക്കാം. വല്ലാതെ തണുക്കുകയും വേണ്ട, നല്ല ചൂടും പാടില്ല. എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഇതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇനി 1 ലെയറും കൂടിയിട്ട് ബിസ്ക്കറ്റ് വയ്ക്കുക, വീണ്ടും കോഫി പുഡിംഗ് ഒഴിക്കുക, വീണ്ടും ബിസ്ക്കറ്റ് വയ്ക്കുക. അങ്ങനെ നമുക്കിത് 3 ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 3 ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊന്ന് നമുക്കത് ലെവലാക്കാം. ഇനി ഇടയിൽ വല്ല എയർ ബബിൾസും കയറിയിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ക്ലിംഗ് ഫിലിം കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ തട്ടിൽ വെച്ചിട്ടും സെറ്റ് ചെയ്യാം, പക്ഷേ അതൊരു 6 മണിക്കൂറൊക്കെ എടുക്കും ഒന്ന് സെറ്റായിട്ട് വരാൻ. അപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. മാത്രമല്ല, ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ പുഡിംഗ് എടുക്കുമ്പോൾ നമുക്കത് പീസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഇപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഞാൻ പുഡിംഗ് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് പ്ലേറ്റിൽ സെർവ് ചെയ്യാം. പുഡിംഗ് റെഡിയാക്കാൻ ഒരു 10 മിനിറ്റ് മാത്രം മതി. പിന്നെ അത് തണുത്തിട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു ടൈം കൂടി നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പുഡിംഗാണ്. കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ ബിസ്ക്കറ്റ് കൂടി കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്.
വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.